യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? മാഷിന്റെ സ്വന്തം വീട് താമസിക്കാൻ ആളില്ലാതെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ പിന്നെ മാഷിന് എവിടെ വന്ന് താമസിക്കുന്നേ? അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. സുശീലയും മോള് ഇറങ്ങിപ്പോയ വീട്ടിൽ വന്ന് നിൽക്കാൻ മാഷിനും അച്ഛനെ ഇവിടെ പാർപ്പിക്കാൻ മാഷിന്റെ മോൾക്കും ഒരു പ്രത്യേക സുഖം തന്നെ ഉണ്ടാവും. മധുരപ്രതികാരം തീർത്തതിന്റെ സുഖം. അമ്മേ, അനു അച്ഛനും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ അമ്മ ഇപ്പൊ പറയുന്നേ. വെറുതെ എന്തിനാ അമ്മേ വീട്ടിൽ വരുന്നവരൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നേ? നിനക്ക് അപമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിക്കോടാ. ഇത് എന്റെ വീടാ. എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ആര് നുഴഞ്ഞു കയറാൻ നോക്കിയാലും ഞാൻ അതിനെ ചോദ്യം ചെയ്യും. ഞാൻ എന്റെ മോളെയും കുഞ്ഞിനെയും ഒന്ന് കാണാൻ വന്നാ സുശീലെ. കണ്ടിട്ട് ഇറങ്ങുമ്പോഴാ സുശീല വന്നത്. ഞാൻ പോയിക്കോളാം. വെറുതെ ഇതിന്റെ പേരിൽ അമ്മയും മക്കളും തമ്മിലൊരു സംസാരം വേണ്ട. ആ, എന്റെ രണ്ട് ആൺമക്കളെ എനിക്കെതിരെ തിരിച്ച് വിജയശ്രീ ലളിതനെ പോവല്ലേ? കൊള്ളാം മാഷേ. നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും കണക്കുകൂട്ടൽ പോലെ ഇവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്റെ മക്കൾക്ക് ഒരു കാര്യത്തിലും അമ്മയുടെ അഭിപ്രായമോ അനുവാദമോ ഒന്നും ആവശ്യമില്ല. അല്ല, ഉപദേശിക്കാൻ ആദർശശാലിയായ അനന്തമാഷ് ഉണ്ടല്ലോ. അമ്മേ, നടക്കട്ടെടാ, നടക്കട്ടെ. അമ്മായിയപ്പന്റെ ഉപദേശത്തിൽ നീ ഇനി എവിടെ എത്തുമെന്നും എന്തൊക്കെ നേടുമെന്നും ഞാനൊന്ന് കാണട്ടെ. അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെന്ന് കരുതി എന്തും വിളിച്ചു പറയാന്ന് കരുതരുത്. അച്ഛാ, സോറി. അമ്മ പറയുന്നൊന്നും അച്ഛൻ കാര്യാക്കണ്ട. അച്ഛൻ പോയിക്കോളൂ. അവന്റെ ഒരു സോറി. ഓ, നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. കോണിച്ചു തരാടി ഞാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ദിര. നീ ചെന്ന് അമ്മ എന്തിനാ വന്നതെന്നൊന്ന് അന്വേഷിക്കും. സോനയും കുഞ്ഞിനെയും അവിടെ നിർത്തി പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞ് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക്. ഞാൻ ഇറങ്ങാം. അത് പിന്നെ എന്റെയും സോനയുടെയും പൊട്ടിപ്പൊളിഞ്ഞ പഴയ ചില ആഭരണങ്ങളും ഞങ്ങളുടെ ജാതവും കുറച്ച് രേഖകളും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നോക്കാം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ വീട്ടിലുള്ളതെല്ലാം അമ്മയുടേതാ. അമ്മയ്ക്ക് എന്ത് വേണേലും എടുക്കാലോ. ഓ, എനിക്ക് നിന്റെ സ്വത്തും മുതലൊന്നും വേണ്ട. ഈ സ്വർണ്ണപ്പൊടികൾ ഞാൻ പണ്ട് അടുക്കളപ്പണിക്ക് പോകുമ്പോ സ്വരുക്കൂട്ടി വെച്ച കാശ് കൊണ്ട് വാങ്ങിയതാ. എനിക്കും എന്റെ മോൾക്കും പണ്ടത്തെ പോലെ ദാരിദ്ര്യം വരുമ്പോ ഇത് ഉപയോഗപ്പെടും. ആ,
പിന്നെ ജാതകം എടുത്തത്. എനിക്കിനി എത്ര ആയുസുണ്ടെന്ന് അറിയാനും എന്റെ മോൾക്കിനി ഒരു കുടുംബജീവിതം ഉണ്ടാവുമെന്നും ജ്യോതിഷരെ കൊണ്ടു നോക്കിക്കാനും വേണ്ടിയാ. ആ, അമ്മേ അമ്മ വീണ്ടും ഞങ്ങളെ സങ്കടപ്പെടുത്തി പോവല്ലേ? അയ്യോ, ആർക്കാടാ സങ്കടം? നിങ്ങൾ എല്ലാവരും കൂടി വീണ്ടും വീണ്ടും എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കല്ലടാ ചെയ്തത്. ഹ. ആ ശ്യാമിന്റെ അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചതും അവൻ ഒരു ഭ്രാന്തനെ പോലെ സോന ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന കാര്യവും നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? പിന്നെ എനിക്ക് എന്താടാ ഒരു വില? ഞാൻ നിങ്ങളുടെ അമ്മയാന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അമ്മേ, അത് സത്യമായിട്ട് അമ്മയെ അത് അറിയിക്കാതിരുന്നത് അമ്മ വിഷമിക്കണ്ടെന്ന് കരുതി മാത്രം. ശ്യാമിനെയും അവന്റെ അച്ഛനെയും ഈ നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാന്നാ ഞങ്ങളുടെ തീരുമാനം. അതെ അമ്മേ, ശ്യാമ് സോന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള കാര്യം അത് അവൾക്ക് ആദ്യം അറിയായിരുന്നു. എന്നിട്ട് അവൾ അമ്മയെ അറിയിച്ചോ? ഞാൻ അവളെ കാണാൻ മനസ്സിലെത്തിയപ്പോ യാദൃശ്ചികമായി ശ്യാമിനെ അവിടെ വെച്ച് കാണുകയായിരുന്നു. അന്ന് അവളെ എന്നോട് പറഞ്ഞത് അമ്മ അക്കാര്യം അറിയിക്കരുതെന്ന്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നെന്ന് നീ അവളോട് ചോദിച്ചോ? ഇല്ല, നീ നിന്റെ ഏട്ടനും കൂടി അമ്മ അറിയണ്ടെന്നങ്ങ് തീരുമാനിച്ചു അല്ലേ? അയ്യോ, അങ്ങനെയല്ലമ്മേ. അമ്മ അറിഞ്ഞ അവൾക്ക് അമ്മയെ അഭിമുഖീകരിക്കാൻ വിഷമമുണ്ടാവില്ലേ? അമ്മയും അവളും ഒരുമിച്ചല്ലേ കഴിയുന്നത്. കുറച്ച് കഴിയുമ്പോ സോന തന്നെ അമ്മയെ ആ വിവരം അറിയിക്കാന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങളത് പറയാതിരുന്നത്. ആ, അതന്നെടാ ഞാനും പറഞ്ഞത്. നിങ്ങൾക്കിപ്പോ എന്റെ അഭിപ്രായം ആവശ്യമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുക. അല്ല, എന്നിട്ട് എന്താ എന്റെ മക്കളുടെ അടുത്ത പ്ലാൻ? അല്ല, ഞാൻ അറിയാതെ പെങ്ങളുടെ ഭർത്താവിന്റെ ഭ്രാന്ത് മാറ്റി അവനെ വീണ്ടും സ്വീകരിക്കാൻ വേണ്ടിട്ടാണോ? സ്വീകരിക്കാനോ? ഞങ്ങൾ ശ്യാമന്റെ കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എടാ, പിന്നെ എന്തിനാടാ സോന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ കടത്തിയിരിക്കുന്നേ? അവനെ ശുശ്രൂഷിക്കുന്നതും അവള് തന്നെയാണല്ലോ. അങ്ങനെയാണല്ലോ അവന്റെ തന്ത വന്ന് പറഞ്ഞത്. എന്റെ മോളിപ്പോ പഴയ ആളൊന്നുമല്ല. വലിയ പക്വതയും ആദർശ ചിന്തകളുമായിട്ട് അങ്ങ് വളർന്നുകൊണ്ടിരിക്കുക. ഇനി ചിലപ്പോ അവനൊരു പുനർജന്മം കൊടുത്താലോ എന്ന് അവക്ക് തോന്നിക്കൂടായികയില്ല. ഇല്ല അമ്മേ, സോന ഒരിക്കലും അതിന് തയ്യാറാവില്ല. അവളുടെ ജോലി മാത്രം ചെയ്യുന്നത്. ശ്യാം അവളുടെ മുമ്പില് ഒരു പേഷ്യന്റ് മാത്രമാ. അതിനപ്പുറം ഒരു അനുകമ്പയും അവനോടുണ്ടാവില്ലെന്നാ സോന എന്നോട് പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇപ്പൊ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് വേണമെന്ന് അമ്മ തന്നെ പറ. ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. അസുഖം ഭേദമായ ശ്യാമിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും. അവൻ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന സോനയുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ചിന്തകളൊക്കെ ഇപ്പൊ വേറെ ലെവലില്ല. അതിന് നമ്മളത്ര വില കൊടുക്കണ്ട. പക്ഷേ ആ ഭ്രാന്തൻ ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. ഒരിടത്തും ഗതി പിടിക്കാതെ കയ്യിലുള്ളതൊക്കെ ദൂർത്തടിച്ച് നശിച്ച് നാറാണക്കല്ലെടുത്ത് വന്നിരിക്കവൻ. അവന്റെ രോഗം മാറിയാലും അവനെ കൊണ്ട് ഒരു ഗുണം സോനയ്ക്കോ അവന്റെ കുഞ്ഞിനോ ഈ കുടുംബത്തിനോ ഉണ്ടാവാൻ പോകുന്നില്ല. അവള് ജോലി ചെയ്ത് അവനെ തീറ്റിപ്പോറ്റേണ്ട ഗതി വരും. അവന്റെ തന്തയാണെങ്കി എങ്ങനെയെങ്കിലും അവനെ സോനയുടെ തലയിൽ തന്നെ വീണ്ടും കെട്ടിവെക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എത്രയും വേഗം നിയമപരമായി അവരുടെ ബന്ധം വേർപ്പെടുത്തണം. അല്ല, അതിലേക്കൊക്കെ ഇപ്പൊ പോണോമ്മേ? പോയേ പറ്റൂ. ഇന്ദ്ര, എന്റെ വാക്കിന് എന്തെങ്കിലും ഒരു വില നീ കൽപ്പിക്കുന്നെങ്കിൽ നാളെ തന്നെ നീ ഒരു വക്കീലിനെ പോയി കാണണം. ശ്യാമിന്റെ സോനയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണിത്. ഇതിൽ ശ്യാമിന്റെ വിവരങ്ങളെല്ലാം ഉണ്ട്. അല്ല, വക്കീലിനെ നീ കാണുന്നോ അതോ ഞാൻ പോണോ? വേണ്ടമ്മേ, ഞാൻ പോയി കണ്ടോളാം. അമ്മയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ, ഒന്നും വേണ്ട. എനിക്ക് വേണമെങ്കിലേ എന്റെ വീട്ടിൽ കയറി എടുത്തു കുടിക്കാം. നീ എന്നെ ഇവിടുത്തെ വിരുന്നുകാരിയാക്കാൻ നോക്കണ്ട. അമ്മേ, അമ്മേ, അമ്മേ.